ഞാൻ വരാൻ വൈകിയോ? താൻ പോയ കാര്യം എന്തായി? ഞാനൊരു കാര്യത്തിന് പുറപ്പെട്ട നടക്കാതിരുന്നിട്ടുണ്ട് സാർ. അതുകൊണ്ടാണല്ലോ ഞാൻ തന്നെ എന്റെ മാനേജറായിട്ട് കൊണ്ടുവരുന്നത്. എങ്കിലും ക്യാഷ് കുറച്ച് കൂടി പോയി. ഇല്ല സാറേ, ഇതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. മന്ത്രരഹസ്യം പറയാൻ പാടില്ലെന്നാണ്. സാറിന്റെ വലത് കൈകൊണ്ട് എടുത്തിട്ട് അതിന് മുകളിൽ വെച്ച് പിന്നെ സാറിന്റെ ഭാഗ്യം കിട്ടുന്നില്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഹോസ്പിറ്റലിൽ ഒരുപാട് രോഗികൾ വരണം. ഇനിയും ഒരുപാട് ആയിട്ട് ഹോസ്പിറ്റൽ തുടങ്ങാനുള്ളതാണ്. അതിനെന്താ സാറേ, ഇനി പണം ഒഴുകുകയല്ലേ? ഒഴുകണം. ഒരുപാട് ആക്സിഡന്റ് കേസുകളും ബ്രെയിൻ ഡെത്ത് കേസുകളും വരണം. അപ്പോഴേ പണം ഒഴുകും. അതിനല്ല സാറേ ഇത്. ആക്സിഡന്റ് കേസിൽ പാർട്ടിന്റെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ കുഴപ്പമുള്ളതല്ല. അഡ്വക്കേറ്റ് പൈസ ഇറക്കും, ഇൻഷുറൻസ് അവർക്ക് പൈസ കൊടുക്കും. ഇപ്പൊ ഒരു കിഡ്നിക്കും കണ്ണിനും കരളിനൊക്കെ എന്താ വില? ഓ, ബമ്പർ തന്നെ. കാണാൻ നിൽക്കണേ, ഇരിക്കും. ഓക്കെ സാർ, താങ്ക് യു. ഹലോ. ആ ഓക്കെ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഒരു സന്തോഷ വാർത്ത ഉണ്ട്. നമ്മളെ ഹോസ്പിറ്റലിന്റെ സി ബ്ലോക്കിന് ഫണ്ട് പാസ്സായി. അതല്ലേ സാറേ ഞാൻ പറഞ്ഞത്, സാറിന് ഇനി ഭാഗ്യം തെളിയാണെന്നുള്ളത്. ഇതൊന്നും അല്ല സാറേ, ഇതിന്റെ എല്ലാം ഗുണം കിട്ടുന്നത് സാറിന് അങ്ങ് നാട്ടിലാണ്. ഇതെല്ലാം ആകെയുള്ള ഒരു മകന് വേണ്ടിയാണ്. എന്നാ സാറേ ഞാനങ്ങോട്ട്. അല്ല, താനൊന്നും കുടിച്ചില്ല? ഒന്നും വേണ്ട സാർ. ആളോ ചിക്കൻ ഇറങ്ങുന്നത് വരെ ഒന്നും ചോദിച്ചില്ല, ഒരു ഗ്ലാസ് വെള്ളം. താങ്ക് യു സാർ, താങ്ക് യു. സാറിനുള്ള വിഹിതം ഞാനങ്ങോട്ട് എത്തിക്കുന്നതായിരിക്കും. കറക്റ്റ് സമയത്തിന് സാറ് വിളിച്ചേ. താങ്ക് യു സാർ, താങ്ക് യു. അപ്പോ പറഞ്ഞ മാതിരി നാളെ കഴിഞ്ഞ കാര്യം നടക്കും. ഓക്കെ സാറേ, എല്ലാവരും എന്നെ വിളിക്കുന്നത് ചെന്തായ വാസു എന്നാണ്. അത് വെറുതെ അല്ല. എന്നാ പിന്നെ നിനക്കുള്ള ക്യാഷ് അവിടെ എത്തിയില്ലോ. ഓക്കെ, എത്തിയാൽ സാറിന് കൊള്ളാം. സൂപ്പർ മാർക്കറ്റിൽ നിന്നും വാങ്ങിയൊരു കളിപ്പാട്ടം, ഒരു ചരട്, എല്ലാം ഫ്ലാറ്റ് പോട്ടൻ. താങ്കളുടെ കാൽ തന്നെ. സാറേ, നാട്ടിലൊരു വലിയ ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ട്. ആഹാ, തന്നെ മന്ദം വലിച്ചണെങ്കിലോ? അപ്പോ ഇല്ല സാർ, അതില് സാറിന്റെ മോനും സാറിന്റെ മോനും എന്താ പറയണേ? Yes, sir.